Hello students, let us revise the important chemical reactions in the family of carboxylic acids. So carboxylic acids, the functional group is COH. Carboxylic acids can be generally represented by RCOH, and this R can be alkyl group or aryl group. So first of all, let's see the preparation methods. First one is from alcohols. So primary alcohols on oxidation gives an acid. So primary alcohol, we have already studied alcohol. Primary alcohol on oxidation gives aldehyde, further oxidation gives acid. So ആൽക്കഹോളിന് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ കെമനോഫോർ അല്ലെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അതൊക്കെയാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡിൽ നിന്നും ആസിഡ് വരെ, അതായത് ആസിഡാണ് ഫൈനൽ പ്രോഡക്റ്റ്. സോ ആൽഡിഹൈഡിൽ വന്ന് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സോ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ പ്രൈമറി ആൽക്കഹോൾ ഇസ് ഓക്സിഡൈസ്ഡ് ടു ആസിഡ് ഇറ്റ് സെൽഫ്. സോ പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആസിഡ്. ദെൻ ആൽഡിഹൈഡ് ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആസിഡ്. സോ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താലും ആസിഡ് കിട്ടും. അവിടെ നമുക്കൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാലും മതി, കാരണം ആൽഡിഹൈഡ് വരെ എത്തിക്കഴിഞ്ഞു. അതായത് ആൽഡിഹൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ ആസിഡായി മാറാൻ. സോ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ദറ്റ് ക്യാൻ ബി ടോളൻസ് റിയേജൻറ്റ് ഓർ ഫില്ലിങ്സ് റിയേജൻറ്റ്. സോ അതൊക്കെ ഉപയോഗിച്ചാൽ, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ചാൽ ആൽഡിഹൈഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ആസിഡ്. ദെൻ from cyanides or nitriles, RCN can be converted to acid amide. So amide group ആണ് CONH2 ഗ്രൂപ്പ്. സോ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അമൈഡ് കിട്ടുന്നു. ഫർദർ ഹൈഡ്രോളിസിസ്, അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആസിഡ് കിട്ടുന്നു. സോ RCN ജനറലി നമുക്ക് RCN ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ് ഗീവ്സ് ആസിഡ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇടയ്ക്കൊരു സ്റ്റെപ്പുണ്ട്, അതായത് അമൈഡ് ഫോർമേഷനാണ് ഇടയ്ക്കത്തെ സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ ഇസ് RCOCl. സോ RCOCl ഇസ് acid chloride or acyl chloride. So acyl chloride on acid hydrolysis gives acid. acyl chloride ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആസിഡ് കിട്ടുന്നു. ദെൻ RCOOR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൻ എസ്റ്റർ. സോ എസ്റ്റർ ഓൺ ഹൈഡ്രോളിസിസ്, എസ്റ്ററിന് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആസിഡ്. സോ ഈ കേസിൽ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതായത് ആസിഡ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ബേസിക് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ എസ്റ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു ദ കറസ്പോണ്ടിങ് ആസിഡ് ആൻഡ് ബേസ്. സോ ഇവിടെ നമുക്ക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ്, അതുകൊണ്ടാണ് ആസിഡ് മാത്രം എഴുതിയിരിക്കുന്നത്. സോ എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ കാർബണേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സോ ആ ഒരു റിയാക്ഷനിൽ ആദ്യം ഒരു അഡക്റ്റ് ഫോർമേഷൻ, ഈ രണ്ട് മോളിക്യൂളും കൂടെ ചേർന്ന് ഒരു മോളിക്യൂൾ, അതായത് ഒരു അഡക്റ്റ് ഫോം ചെയ്യുന്നു, വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് RCOOH. സോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഓൺ കാർബണേഷൻ, ഫർദർ ഹൈഡ്രോളിസിസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയുമ്പം ഒന്നുകിൽ മീഥാൽ ബെൻസീൻ ആവാം, അല്ലെങ്കിൽ ഈഥാൽ ബെൻസീൻ ആവാം, അല്ലെങ്കിൽ പ്രൊപ്പൈൽ ബെൻസീൻ ആവാം. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ, ഈ ഒരു സൈഡ് ചെയിൻ എന്ന് പറയുന്നത് എത്ര ലെങ്ത് ഉള്ളതാണെങ്കിലും ഇഫ് യു ആർ യൂസിങ് ആൽക്കലൈൻ കെമനോഫോർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ വി വിൽ ഗെറ്റ് benzoic acid. So alkyl benzene gives benzoic acid by alkaline KMnO4. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ ഈ ഗ്രൂപ്പ് അതിൻ്റെ ലെങ്ത് എത്രമാത്രം ഉണ്ടെങ്കിലും, അതിൻ്റെ ചെയിൻ എത്രമാത്രം വലുതാണെങ്കിലും ബെൻസോയിക് ആസിഡാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ വാട്ടർ മേ ബി ദ ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡാണ്. സോ ദീസ് ആർ ദ പ്രിപ്പറേഷൻ മെത്തേഡ്സ്. ദെൻ കംസ് ദ പ്രോപ്പർട്ടീസിൽ
these are the properties of acid. First one is with sodium. So സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോ ഈ ബോണ്ട് അതായത് ഈ എച്ച് റിലീസാണ്, അതായത് ഹൈഡ്രജൻ ആണ് ആക്ച്വലി അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. സോ hydrogen gas will be evolved. So RCOONA. So sodium hydroxide, sodium carbonate. So ഈ കേസുകളിലെല്ലാം തന്നെ സോഡിയം മെറ്റലും സോഡിയത്തിൻ്റെ മറ്റ് കോമ്പൗണ്ടുകളുമായിട്ടുള്ള റിയാക്ഷനിൽ എല്ലാം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് RCOONA. ദെൻ ഇതിൻ്റെ ഈ റിയേജൻറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ അങ്ങനെയുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും. സോ സോഡിയം മെറ്റലും സോഡിയത്തിൻ്റെ മറ്റ് കോമ്പൗണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ് ആ റിയേജൻസുമായിട്ടെല്ലാം റിയാക്ട് ചെയ്ത് RCOONA, സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്, അതാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് RCOH പ്ലസ് R-OH, അതായത് ഒരു ആൽക്കഹോൾ. സോ ആസിഡും ആൽക്കഹോളും. സോ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദിസ് റിയാക്ഷൻ. സോ ആസിഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻ എസ്റ്റർ. സോ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് റിയാക്ഷൻ ഇസ് നോൺ ആസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് PCl3 PCl5 SOCl2. സോ ഈ ഏത് റിയേജൻറ്റ് ഉപയോഗിച്ചാലും വി വിൽ ഗെറ്റ് RCOCl. സോ അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് കിട്ടുന്ന റിയാക്ഷനാണ്. ഇതിലേത് റിയേജൻറ്റ് ഉപയോഗിച്ചാലും PCl3 PCl5 SOCl2 ഏത് റിയേജൻറ്റ് ഉപയോഗിച്ചാലും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് RCOCl, ആസിഡ് ക്ലോറൈഡ് ഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് വിത്ത് അമോണിയ. അമോണിയയുടെ കേസിലും അഗെയിൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അതായത് ഈ OH മാറി എച്ചിൻ്റെ കൂടെ വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. സോ -H2O ആണ്, H2 ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് RCONH2, ദാറ്റ് ഇസ് ആൻ അമൈഡ്. സോ അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CONH2. സോ CONH2 ഇസ് അമൈഡ് ഗ്രൂപ്പ്. സോ NH3 റിയാക്ഷനാണ് അമൈഡ് ഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. സോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. സോ ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോ റിഡക്ഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. സോ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. റെഡ്യൂസിങ് ഏജൻ്റ് ആകുമ്പോൾ നമുക്കറിയാം തിരിച്ച് ആലോചിക്കുക, അതായത് ആസിഡ് റെഡ്യൂസ് ചെയ്താൽ ഇങ്ങോട്ടാണ്. അപ്പം ആസിഡ് റെഡ്യൂസ് ചെയ്താൽ വി വിൽ ഗെറ്റ് പ്രൈമറി ആൽക്കഹോൾ. സോ ഇവിടെ നമുക്ക് ഈ ആസിഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കഹോളാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സോഡ ലൈം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്, ദാറ്റ് ഇസ് കോൾഡ് സോഡ ലൈം. സോഡ ലൈമുമായിട്ടുള്ള റിയാക്ഷനിൽ ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയാം. സോ ഡീകാർബോക്സിലേഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ആണ് നമുക്ക് കിട്ടുന്നത്. സോ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ വിൽ ബി getting. Then next one is an important named reaction that is called HVZ reaction. So that is ആസിഡും ഒരു ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ആസിഡും ഹാലജനും ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ക്ലോറിനോ ബ്രോമിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഹാലജൻ എടുക്കുക. ഹാലജനും റെഡ് ഫോസ്ഫറസുമായിട്ടുള്ള റിയാക്ഷനിൽ വി വിൽ ഗെറ്റ് ആൻ ആൽഫ ഹാലോ ആസിഡ്. അതായത് ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ. സോ ആൽഫ പൊസിഷനിൽ ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൽഫ ഹാലോ ആസിഡ്. സോ ആൽഫ ഹാലോ ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ്, അല്ലെങ്കിൽ ആൽഫ ഹാലോ ആസിഡാണ് ആസിഡിൽ നിന്ന് കിട്ടുന്നത്. സോ ദറ്റ് ഈസ് ഫ്രം ബൈ യൂസിങ് halogen and red phosphorus. So this is an important named reaction that is called HVZ reaction. Then comes the benzoic acid, that is aromatic acid. Aromatic acid in the reaction, due to the presence of the ring, we can expect electrophilic substitution reaction. Electrophilic substitution reaction ആദ്യത്തേത് നൈട്രേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൈട്രേഷൻ HNO3 H2SO4, that is a reagent. ഇൻകമ്മിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പ്. സോ ഇവിടെ നോക്കാനുള്ളത് ദ COOH ഗ്രൂപ്പ് ഇസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഓർ എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇൻകമ്മിങ് ഗ്രൂപ്പ് ഇസ് അറ്റാച്ച് ടു ദ മെറ്റാ പൊസിഷൻ. സോ മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ് വിൽ ബി ദ പ്രോഡക്റ്റ്. സോ ഇറ്റ് ഇസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ദെൻ സൾഫണേഷൻ നടക്കുമ്പോഴും
നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ദറ്റ് ഇസ് മെറ്റാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ്. സോ സൾഫണേഷൻ ആകുമ്പോൾ ഇൻകമിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് SO3H ഗ്രൂപ്പാണ്. സോ SO3H ഗ്രൂപ്പ് വിൽ ബി അറ്റാച്ച്ഡ് അറ്റ് ദി മെറ്റാ പൊസിഷൻ. ദെൻ കംസ് ഹാലജനേഷൻ. ഇവിടെ ക്ലോറിനേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ് അൺഹൈഡ്രസ് AlCl3. ഇവിടെയും ക്ലോറിൻ ഇൻകമിങ് ഗ്രൂപ്പ് Cl വിൽ ബി അറ്റാച്ച്ഡ് അറ്റ് ദി മെറ്റാ പൊസിഷൻ. സോ അല്ലെങ്കിൽ മെറ്റാക്ലോറോ ബെൻസോയിക് ആസിഡ്. സോ മെറ്റാ പൊസിഷനിലാണ് ഇൻകമിങ് ഗ്രൂപ്പ് വരുന്നത്. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ 3 എണ്ണത്തിലും മെറ്റാ പൊസിഷനിലാണ് ഇൻകമിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും. സോ അത് രണ്ടും അഗെയിൻ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. പക്ഷേ ഈ കേസിൽ ഈ റിയാക്ഷൻ നടക്കുന്നില്ല. സോ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. No reaction. So Friedel-Crafts reaction will not occur in the case of benzoic acid. So that is a reasoning question, that is COH group is a meta-directing group or COH group is a deactivating group. അതുകൊണ്ട് Friedel-Crafts reaction പോസിബിൾ അല്ല. മറ്റ് റിയാക്ഷൻസ് നടക്കുന്നു, പക്ഷേ മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റാ പ്രോഡക്ട്സ് ആണ് അവിടെയെല്ലാം കിട്ടുന്നത്. So these are the important reactions in the family of carboxylic acids. So ഈ reactions എല്ലാം ഒരുമിച്ച് ഇതേപോലെ തന്നെ പല പ്രാവശ്യം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ that will be easy for you to memorize.